ഹലോ ഗൈസ്, എല്ലാവർക്കും ആർജവേട്ടിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു കുഞ്ഞു സിനിമയുടെ കുഞ്ഞ് ടീസർ റിലീസ് ചെയ്ത് ആ ടീസർ കാണാനായിട്ട് ഞാൻ ഇവിടെ നിന്ന് 25 കിലോമീറ്റർ ട്രാവൽ ചെയ്ത് നമ്മുടെ കൊല്ലം രേവതി സിനിമാസിൽ പോയിട്ട് ആ ഒരു ടീസർ 2 മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു ടീസറാണ് കേട്ടോ. ആ ഒരു ടീസർ കാണാനായിട്ട് ഞാൻ തിയേറ്ററിൽ പോയി. കാരണം ആ ഒരു ഫാൻ ഷോ, ടീസറിന്റെ ആ ഒരു ഫാൻ ഷോ എക്സ്പീരിയൻസ് അത് വല്ലപ്പോഴും കിട്ടുന്ന സാധനമല്ലേ. അങ്ങനെ വലിയ ഹൈപ്പിൽ മലയാളത്തിൽ ഒരു പടം വരുന്നത്, അതും പ്രത്യേകിച്ച് നമ്മുടെ ലാലേട്ടന്റെ പടം. അപ്പോൾ ആ ഒരു ഹൈപ്പിൽ വരുന്ന പടം, അതിന്റെ ടീസർ, അതിന്റെ ഫസ്റ്റ് ഗ്ലിംസ് നമ്മൾ കാണുമ്പോഴത്തേക്ക് ആ ഒരു അറ്റ്മോസ്ഫിയറിൽ ഇരുന്ന് കാണാനായിട്ട് ഒരാഗ്രഹം. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ തിയേറ്ററിൽ പോയി കണ്ടത്. ശരിക്കും പറഞ്ഞ ഞെട്ടിച്ച് ഞാൻ എന്ത് എക്സ്പെക്ട് ചെയ്തോ അതുക്കും മുകളിൽ എന്ന് പറഞ്ഞാൽ ഓരോ ഫ്രെയിംസ് ഒക്കെ പൃഥ്വിരാജ് സുകുമാരൻ എന്ന ഡയറക്ടർ എങ്ങനെയാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. ആകുമ്പോൾ ഇത് മലയാളം പടം തന്നെയേ. ശരിക്കും ഞാനിത് കാണുന്ന എമ്പുറാൻ, മലയാളത്തിന്റെ ബിഗ് ബഡ്ജറ്റ് പടമായിട്ടുള്ള എമ്പുറാന്റെ ടീസർ ആണോ, അതിന്റെ ഫ്രെയിംസ് ആണോ എന്ന് പോലും ചിന്തിക്കുന്ന തരത്തിൽ അമ്മാതിരി ക്വാളിറ്റിയിൽ ചെയ്തു വെച്ചിരിക്കുന്നു. നിങ്ങൾക്ക് ഈ ഫോണിൽ കാണുമ്പോഴത്തേക്കും എത്രത്തോളം അതിന്റെ ഇമ്പാക്റ്റ് മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. ബട്ട് ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ചെയ്യുന്നത് തിയേറ്ററിലായതുകൊണ്ട് തന്നെ അതൊരു ഒന്നൊന്നര എക്സ്പീരിയൻസ് ആയിരുന്നു. അതായത് എന്തോ ഒരു വലിയ സാധനം വരാൻ പോകുന്നു, അമ്പോ അയ്യോ എന്നൊക്കെ ഉള്ളൊരു എക്സ്പ്രഷൻ ആയിരുന്നു എനിക്ക്. അമ്മാതിരി ക്വാളിറ്റി സാധനം. പിന്നെ എടുത്ത് പറയാനുള്ളത് ദീപക് ദേവ് എന്ന മ്യൂസിക് ഡയറക്ടർ. ശരിക്കും പറഞ്ഞാൽ പലരും ലൂസിഫർ കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് പേഴ്സണലി കിഡിലനായിട്ടാണ് മ്യൂസിക് വർക്ക്, ലൂസിഫറിലത് കിഡിലനായിട്ടാണ് പേഴ്സണലി എനിക്ക് തോന്നിയത്. പക്ഷെ പലരും ലൂസിഫറിലെ ആ ഒരു ക്ലൈമാക്സിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ മോശമായിട്ടുള്ള രീതിയിൽ എന്നൊക്കെ പലരും അഭിപ്രായപ്പെട്ട് കണ്ടതാണ്. മാൻ, അങ്ങനെ പറഞ്ഞവരെ കൂടി മാറ്റിപ്പറയിപ്പിക്കുന്ന രീതിയിൽ എംബുറാന്റെ ടീസറിന് കൊടുത്തിരിക്കുന്ന ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒരു രക്ഷയില്ല. ക്ലാസ്സിന് ക്ലാസ്, മാസിന് മാസ്. അമ്പോ ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഇമ്പാക്റ്റ് കൊണ്ടുവന്നത്, ആ ഒരു ടീസറിന് ഒരു എന്താ പറയുന്ന ഒരു ബ്രഹ്മാണ്ഡ പടത്തിന്റെ ആ ഒരു ഇമ്പാക്റ്റ് കൊണ്ടുവന്നത് ദീപക് ദേവ് ആണ്. കിഡിലൻ. ശരിക്കും പറഞ്ഞാൽ നേരത്തെ തന്നെ സൗത്ത് ഇന്ത്യയിലും ഇന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന രീതിയിലുള്ള ഒരു മ്യൂസിക് ഡയറക്ടറെ കൊണ്ടുവന്ന് ചെയ്യിക്കുന്നതിനെക്കാട്ടിയും നമ്മുടെ മലയാളത്തിൽ നിന്നുള്ള ഏറ്റവും മികച്ച ഒരു മ്യൂസിക് ഡയറക്ടർ ആയിട്ടുള്ള ദീപക് ദേവിനെ തന്നെ ആ ഒരു ചുമതല ഏൽപ്പിച്ചത് എന്തുകൊണ്ടും നല്ലതായെന്ന് എനിക്ക് പറയാനുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ദീപക് ദേവിനെ അറിയാം. ഓക്കെ, ദീപക് ദേവിന്റെ ആ ഒരു ശൈലിയൊക്കെ നല്ലതുപോലെ നമുക്കറിയാം. പക്ഷേ അദ്ദേഹത്തിന്റെ ആ ഒരു ശൈലിയിൽ നിന്നൊക്കെ വിട്ടിട്ട് നല്ല കിഡിലനായിട്ടാണ് ഈ ഒരു എംബുറാന്റെ ടീസർ ഇപ്പൊ ചെയ്തു വെച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ ഈ ഒരു സിനിമ ഒരു പാൻ ഇന്ത്യൻ സിനിമയായിട്ട് വരുന്നത് കൊണ്ട് തന്നെ മറ്റുള്ള ഓഡിയൻസിന്, മലയാളികൾക്കല്ലാതെ കേരളത്തിന് വെളിയിൽ നിന്നുള്ള ഓഡിയൻസിന് ഒരു ഫ്രഷ് ഫീലിംഗ് ദീപക് ദേവ് എന്ന മ്യൂസിക് ഡയറക്ടർക്ക് കൊടുക്കാൻ കഴിയും. അത് ഈ ഒരു ടീസർ, എംബുറാന്റെ ടീസർ കണ്ടിടത്തോളം മനസ്സിലായി. പൊരിച്ച് ശരിക്കും വേറെ ലെവലാക്കി ദീപക് ദേവ് ഈ ഒരു ടീസർ. സിനിമാറ്റോഗ്രഫിയും ഫ്രെയിംസും ഒക്കെ എജാതി ഫ്രെയിംസ്. എനിക്ക് എത്ര അതിനെ കുറിച്ചിട്ട് വർണ്ണിച്ചാലും മനസ്സിലാവാത്ത രീതിയിൽ വൺ ഇമ്പാക്റ്റും വൺ ഹൈപ്പും കയറ്റുന്ന രീതിയിലാണ് ഈ ഒരു സിനിമയുടെ ഓരോ ഫ്രെയിംസും, ഈ ഒരു ടീസറിന്റെ ഓരോ ഫ്രെയിംസും വന്നിട്ടുള്ളത്. ടീസർ ലോഞ്ചിൽ നമ്മുടെ പൃഥ്വിരാജ് സുകുമാരൻ, രാജുവേട്ടൻ പറഞ്ഞു ഈ ഒരു ടീസറിൽ കണ്ട പല ഷോട്ട്സും ഈ ഒരു ടീസറിനായിട്ട് വേണ്ടി മാത്രം ഷൂട്ട് ചെയ്തിട്ടുള്ളതാണ്. ആ ഒരു പ്ലേസിൽ ശരിക്കും സിനിമയിൽ ഒരു ഷോട്ട് ഉണ്ട്, പക്ഷെ ടീസറിനായിട്ട് സിനിമയിലുള്ള കാര്യം യഥാർത്ഥത്തിൽ രാജുവേട്ടന് കാണിക്കാനായിട്ട് താല്പര്യമില്ല. അപ്പം സിനിമയിലുള്ള സംഭവം കാണിക്കാതെ മറ്റൊരു ഐറ്റം ടീസറിന് വേണ്ടി ചെയ്തു വച്ചിട്ടുള്ളതാണ് പല ഷോട്ട്സും ഈ ഒരു ടീസറിലത് നമ്മൾ കണ്ടത് എന്നാണ് രാജുവേട്ടൻ പറഞ്ഞത്. ആ സാധനം ഇങ്ങനെയാണെങ്കിൽ സിനിമയിൽ എന്തുമായിരിക്കും? ഹൈപ്പ് വേണ്ട, ഹൈപ്പ് കുറയ്ക്കുക എന്നൊക്കെ പറഞ്ഞാലും ഒരു തരി പോലും എംബുറാന് ഹൈപ്പ് കുറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടാ. അമ്മാതിരി സാധനം, അമ്മാതിരി ഐറ്റമാണ് വരാൻ പോകുന്നത്. ലാലേട്ടൻ, ദ മൈറ്റി എൽ, ദ ബിഗം. എൻ്റെ പൊന്നെ, എജാദ് സ്വാഗ്. ഖുറൈഷി എബ്രാം, അതിനിടയിൽ മുണ്ടും മടക്കി കുത്തിരിക്കുന്ന ഒരു സീൻ സംഭവം ഉണ്ട്. ഓക്കെ, അത് പെട്ടെന്ന് മിന്നി മറഞ്ഞു പോകുന്ന ഒരു സാധനം, അത് വേറെ ലെവൽ എക്സ്പീരിയൻസ് ആയിരിക്കും കേട്ടോ. രണ്ടും ഒരു ആക്ടറിന്റെ 2 എക്സ്റ്റെൻഡിലുള്ള ഒരു എന്താ പറയുന്നത് വേഷപകർച്ചകൾ ഒരൊറ്റ ക്യാരക്ടറിൽ. ഒന്ന് ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ട് ജാക്കറ്റും ഗ്ലാസും ഒക്കെ വെച്ച് വലിയ ഒരു എന്താ പറയുന്ന ഒരു ഗാങ്സ്റ്റർ അല്ലേ. രണ്ടാമത് അപ്പുറത്ത് പക്ക പൊളിറ്റീഷ്യൻ ആയിട്ടുള്ള വെള്ള മുണ്ടും വെള്ള ഷർട്ടും ഒക്കെ ഇട്ടിട്ടുള്ള സാധാ ഒരു പൊളിറ്റീഷ്യൻ ആയിട്ട് ആ ഒരു നാടൻ മാസ് ലുക്കിൽ. ശരിക്കും ഒരൊറ്റ പടത്തിൽ ഒരു ഹീറോയുടെ 2 എക്സ്ട്രീം ലുക്സ് അതെവിടെ എക്സ്പ്ലോർ ചെയ്തിരിക്കുകയാണ് പൃഥ്വിരാജ് സുകുമാരൻ എന്ന ഡയറക്ടർ. അത് പടത്തിൽ ഇനി എങ്ങനെ, നമ്മുടെ ഈ ലൂസിഫറിൽ അത് കിഡിലനായിട്ടാണ് വന്നിട്ടുള്ളത്. ഒരു ലുക്ക് ക്ലൈമാക്സിൽ കുറച്ച് ഭാഗമേ ഉള്ളായിരുന്നെങ്കിൽ കൂടി അതൊരു വൺ ഇമ്പാക്റ്റ് ആണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അത് ഇനിയിപ്പം അടുത്ത ഒരു ഭാഗത്തിലേക്ക് വരുമ്പോഴത്തേക്കും കുറച്ചും കൂടി എക്സ്റ്റെൻഡ് ആയിട്ട് 2 വേഷവും കാണാൻ സാധിക്കും. അത് എങ്ങനെയാണ് പൃഥ്വിരാജ് സുകുമാരൻ എന്ന ഡയറക്ടർ കൊണ്ടെത്തിക്കാൻ പോകുന്നത് എന്നുള്ളതിലാണ് എൻ്റെ ഏറ്റവും വലിയൊരു ആകാംക്ഷ ഇരിക്കുന്നത്. ടീസറിലെ ആ ഒരു ഫ്രെയിം തന്നെ എന്ത് കിടിലാണല്ലേ. ബാക്കിൽ കത്തിക്കൊണ്ടിരിക്കുന്ന മരം,
ഫ്രണ്ടിൽ മുണ്ടും മടക്കിയുള്ള സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ നിൽപ്പ്, കൂടെ കുറെ അനുയായികൾ, നമ്മുടെ ഖുറൈഷി എബ്രാമിന്റെ ആകുമ്പോൾ അതൊരു ഒന്നൊന്നര ഫ്രെയിം ആയിരുന്നു കേട്ടോ. അത് കണ്ടപ്പോഴേ സംഭവം ആ ഒരു സീൻ കിടിലനാകും എന്നുള്ളൊരു തോന്നല് മനസ്സിൽ. മൊത്തത്തിൽ പടം വൻ ഹൈപ്പിൽ, എനിക്ക് പേഴ്സണലി വൻ ഹൈപ്പ് വലിയൊരു പ്രതീക്ഷയിലേക്കാണ് എന്നെ ഈ ഒരു ടീസർ കൊണ്ട് എത്തിച്ചിരിക്കുന്നത്. ലൂസിഫർ കഴിഞ്ഞ ടൈമിൽ മുരളി ഗോപി ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു വലിയൊരു ഐസ് മല, ഒരു ഓഷനിൽ ഏറ്റവും കൂടുതൽ ഭാഗം ഓഷന്റെ അടിയിലും ചെറിയ ഒരു ഭാഗം മുകളിലുമായിട്ട്, അതായത് ലൂസിഫർ എന്ന് പറയുന്നത് മുകളിൽ നമ്മൾ കണ്ട ചെറിയൊരു ഭാഗമാണ്, താഴെ നമ്മൾ കാണാത്ത ഒരു വലിയൊരു പർവ്വതം, ഒരു ഐസ് മല തന്നെ താഴേക്കുണ്ട്. അത് എംബ്രാനിലൂടെ റിവീൽ ആകും. എംബ്രാൻ മാത്രമല്ല, അതിനപ്പുറം എൽ3യും കൂടെ ഉണ്ട്. ഇപ്പൊ എംബ്രാൻ ഓക്കെ. അപ്പം ഒരു എന്തൊക്കെയോ കിടിലൻ സാധനങ്ങൾ നമ്മൾ കാണാൻ പോകുന്നുണ്ട് എന്നാണ് മനസ്സ് പറയുന്നത്. ടീസർ പൊളിയുടെ, ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് എത്ര വർണ്ണിച്ചാലും മതി വരാത്ത രീതിയിൽ എന്നിലെ മോഹൻലാൽ ഫാനിനെ തുള്ളിച്ചാടിച്ച ടീസർ. അമ്പോ തിയേറ്റർ എക്സ്പീരിയൻസ് ഈസ് ഓസം. അത് പൊടിയായിരുന്നു കേട്ടോ. അത് ശരിക്കും അലറി വിളിച്ചു പോയി. ഓക്കെ, ലാലേട്ടനെ കാണിക്കുമ്പോഴത്തേക്ക് ആ ഫ്രെയിം എന്നൊക്കെ എഴുതി കാണിക്കുന്ന ആ ഫ്രെയിം ഉണ്ടല്ലോ, അതിൽ ശരിക്കും അലറി വിളിച്ചു പോയി. പൊളപ്പനായിരുന്നു. കിടിലൻ മലയാളത്തിൽ ഇന്നേ വരെ വന്നിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് ടീസർ എന്ന് ധൈര്യത്തോടെ പറയാൻ പറ്റുന്ന ടീസർ എംപുറാൻ. ഈ ഒരു ടീസറിൽ മറ്റൊരു സംഭവം കൂടിയുണ്ട്. നമ്മൾ ശരിക്കും എംപുറാന്റെ വിഷ്വൽസ് മാത്രമേ കണ്ടിട്ടുള്ളൂ. ഒരൊറ്റ ഡയലോഗ്, എല്ലാ ഡയലോഗ്സും ലൂസിഫറിലെ ഡയലോഗ്സ്, അത് വച്ചിട്ടാണ് ഈ കത്തിക്കൽ മൊത്തം കത്തിച്ചിട്ടുള്ളത് ശരിക്കും. അപ്പം എംപുറാന്റെ ആ ഒരു ഡയലോഗ്സ് എങ്ങനെ ആയിരിക്കും, അതൊക്കെയാണ് എക്സൈറ്റ്മെന്റ് കൊണ്ട് നിർത്തുന്നത്. ആവുമ്പോൾ അത് ഓർക്കുമ്പോൾ ശരിക്കും നമ്മൾ കേട്ട് പഴകിയ ഡയലോഗ് വെച്ചിട്ടാണ് ഈ ഒരു ടീസർ ഒരു വമ്പൻ ഐറ്റം ആക്കി മാറ്റി വെച്ചിരിക്കുന്നത്. അവിടെയാണ് ഡയറക്ടർ പൃഥ്വിരാജ് സുകുമാരൻ, ആ ഒരു ഡയറക്ടർ ബ്രില്യൻസ് നമുക്ക് മനസ്സിലാവുന്നത്. ശരിക്കും പറഞ്ഞാൽ എംപുരാൻ ടീസർ കണ്ടതിന് ശേഷം ഉണ്ടായിട്ടുള്ള എൻ്റെ ഒരു ഫീലിംഗ് എന്ന് പറയുന്നത് പക്ക മമ്മൂക്ക പറഞ്ഞതുപോലെ തന്നെയാണ്. രാജേട്ടൻ ഇത്രയും ചെറിയൊരു പടം എടുക്കുമെന്ന് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട്. ഇത്രയും ചെറിയൊരു പടം ശരിക്കും പറഞ്ഞാൽ മമ്മൂക്ക അത് കൃത്യമായിട്ട് പറഞ്ഞു. അത് ഇത്രയും ചെറിയ വലിയൊരു പടം നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല കേട്ടോ മലയാളത്തിൽ. പൊളിച്ച്. ഇനി അടുത്ത ട്രെയിലറോ ബാക്കിയുള്ള അപ്ഡേറ്റ്സോ എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ തന്നോ, നമ്മൾ പൊളിക്കും. എംപുരാന്റെ റിലീസ് പൊളിച്ചടുക്കും.